ഹലോ സാറേ, ഞാനാ ബഷീർ. ബഷീറോ? നീ ഇത് എവിടെ നടാ പോയി? ഞാൻ എന്നാലും എന്റെ ചെറുക്ക, നീ ഒരുമാതിരി മറ്റേടത്ത മുങ്ങലല്ലേ മുങ്ങിയത്? നിന്നെ കാണാനില്ലെന്ന് കണ്ടപ്പോഴേ മൂപ്പര് ചക്രപാണിയെ ജയിലിൽ നിന്ന് വരുത്തി പൗലോസച്ചനെയും കാച്ചിയിട്ട് സകുടുംബം മുങ്ങി. എന്നെ പോക്കണം കേടാ മനുഷ്യനെ. ഉള്ള വേണ്ടാതിനല്ല ഫോണിൽ കൂടെ വിളിച്ചു കൂന്നേ. അത് നേരാ. എന്നാ വേണ്ട, പറഞ്ഞതിങ്ങി എടുത്തിരിക്കുന്നു. നീ ഇപ്പൊ എവിടുന്നാ? മുതലാളി എവിടെ ഉണ്ട് സാർ? അത് കൊള്ളാം. അതങ്ങനെ എന്നോട് പറയോ? ചക്രപാണിയോ? അതൊക്കെ ആലീസിന്റെ ഡിപ്പാർട്ട്മെന്റാ. നീ ഇപ്പൊ എവിടുന്നാ അത് പറ. ആ പുളുന്തൻ SP ഭ്രാന്ത് പിടിച്ച് നിന്നെ തപ്പി വിരണ്ട് നടക്കുക. അവന്റെ കയ്യിൽ ചെന്ന് പെടുന്നതിന് മുമ്പ് നീ സ്ഥലം പറ. ഓവർബ്രിഡ്ജിനടുത്താ. അവിടെ തന്നെ പതുങ്ങിക്കോ. ഞാൻ ദാ എത്തിപ്പോയി. എടിയേ, ഇരുട്ടുവാക്ക് നീ കോലത്തിൽ എന്നെ ആരെങ്കിലും കണ്ടാ തിരിച്ചറിയോടി? ഇങ്ങനൊരു മക്കുണൻ ഇരുട്ടുവാക്കിനെന്നല്ല, നട്ടപ്പുറ വെയിലത്ത് പോലും ഒരവനും കണ്ടാ മനസ്സിലാവത്തില്ല. ദേ, പിന്നെ ആ ബഷീറിനെ കാണുമ്പോ ഓവർബ്രിഡ്ജിന്റെ കീഴിൽ നിന്ന് കീച്ചിക്കിനാരും പറയാൻ നേരത്തെ ഇങ്ങ് വന്നേക്കണം. അതിനെന്നാ ഞാൻ പോകുന്നേ? പിന്നെ ഇത് ഞാൻ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇങ്ങ് എത്തിയാലേ വണ്ടിയെ തന്നെ ഇടന്ന് ഉറങ്ങിക്കണം. ബാക്കിയുള്ളവർക്കൊന്ന് ഉറങ്ങാനുള്ളതാ. വടക്കോട്ട് പോയും ദേ വരുന്നു. പിന്നെ നല്ല ഒന്നാന്തര ആമ്പർന്നോമാര് പാലയിലും രാമപുരത്തും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് ഈ മുതുപോത്തിനെയാണല്ലോ കർത്താവ് നീ വിധിച്ചത്. അയ്യോ, സാരായിരുന്നോ? ഇവിടുത്തെ പുള്ളിക്കാരനാണെന്ന് കരുതിയാ ഞാൻ ഏതാണ്ട് പോകണം കേട് വിളിച്ചു പറഞ്ഞത്. എന്നാ സാറേ ഈ നേരത്ത്? അത് പിന്നെ അകത്തേക്ക് വന്നോട്ടെ. അത് പിന്നെ ചോദിക്കണോ സാറേ? എന്നാലും എന്റെ സാറേ, എന്നാ ഒരു വരവായിപ്പോയി ഇത്. മണി എത്രയെന്നാ വിചാരം? 2 കഴിഞ്ഞു. അത് ഞാൻ ഇപ്പൊ പുറത്തു പോകുന്ന സാറിന് ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാ മനസ്സിലായത്? അത് ദൈവാനുഗ്രഹം. ഈ ബീറ്റ് പോലീസുകാരെ ചെക്ക് ചെയ്യാൻ ഒരു എമർജൻസി റൗണ്ടിന് ഇറങ്ങിയതാ ഞാൻ. പെട്ടെന്ന് ബ്രെയിനിൽ ഒരു ക്ലിയർ അടിച്ചു. റൂട്ട് മാറ്റി ബ്രെയിൻ വേവ് കറക്റ്റ് ആയി. അല്ല, മൂപ്പർ എവിടെ പോയതാ ഈ നേരത്ത്? എന്തൊരു മനപ്പൊരുത്തം. ബീറ്റ് പോലീസുകാരെല്ലാം കള്ളന്മാരാന്ന് പറഞ്ഞ് പുള്ളിക്കാരനും അതിന് തന്നെ പോയതാന്നേ. വെരി ഗുഡ്, വെരി ഗുഡ്. അന്ന് ചാർജ് എടുക്കാൻ വന്നപ്പോ മൊത്തം ഒരു വരട്ടി അത് ഞാൻ ഉപദ്രവിക്കാതെ വെറുതെ വിട്ടേച്ച് എന്റെ അടുത്ത് വന്ന് ഒതുക്കത്തി പറഞ്ഞില്ലായിരുന്നോ, ദിസ് ഫോർ യു എന്ന്? അത് ഭംഗിവാക്കല്ലായിരുന്നെന്ന് ഇപ്പഴാ ശരിക്കും എനിക്ക് വിശ്വാസമായത്. മിസ്സസ് ആലിസ് ജോൺ വെർഗസിന് സ്വന്തമായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹൈഡ് ആൻഡ് സീക്ക് ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ഏത് ഫ്രീക്വൻസി മോഡുലേഷനിൽ പിടിച്ചാൽ can I get Mr. ചക്രപാണി? അല്ല സാർ എന്നായി പറയുന്നേ? മൂർത്തി, അതൊക്കെ ആലീസിന്റെ ഡിപ്പാർട്ട്മെന്റാ. നീ ഇപ്പൊ എവിടുന്നാ അത് പറ. അത് പറ, എവിടുന്ന്? അതങ്ങ് പറ മോളെ.
മേക്കപ്പ് ഇത്തിരി ഓവറായി അല്ലേ? ഇപ്പൊ തന്റെ മുഖം കണ്ടാൽ ഒരു ടഫ് ഫിസിക്കൽ എൻകൗണ്ടർ കഴിഞ്ഞ ലക്ഷണമേ ഇല്ല അല്ലേ? സി മിസ്റ്റർ ചക്രപാണി, ദാ ഈ വീഡിയോ ക്യാമറയും തന്റെ കെട്ടിയൊരുങ്ങലും ഒക്കെ ജസ്റ്റ് ഫോർ ആർ അസോസിയേഷൻ സേക്ക്. പ്രതിയെ തല്ലാൻ പാടില്ല, സോ ഞാൻ തന്നെ തല്ലിയിട്ടേ ഇല്ല. ഓക്കെ ഗ്രിഗറി? ജാമ്യം ലഭിക്കില്ലെന്നും ശിക്ഷ ഉറപ്പാണെന്ന് അറിഞ്ഞിട്ടും റഹീം ഹാജി കൊലക്കുറ്റം ഏറ്റെടുക്കാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു? കമോൺ. ഏത് കോടതി ശിക്ഷിച്ചാലും ഷെട്ടി സാറിനെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ജയിൽ രേഖകളിൽ ഇപ്പോഴും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലുള്ള ചക്രപാണി കഴിഞ്ഞ രാത്രി പുറത്തു വന്നത് പൗലോസച്ചനെ കൊല്ലാൻ മാത്രമായിരുന്നു? അതെ. നോ. വൃദ്ധനായ ഒരു പുരോഹിതനെ കൊല്ലാൻ തന്നെപ്പോലൊരു മസിൽമാന്റെ സഹായം എന്തിനാണ് ഷെട്ടിക്ക് ആവശ്യം? ഹോമിസൈഡ്, നരഹത്യ, ഇതൊക്കെ ഒരു കലയാക്കിയവർ ഷെട്ടിയുടെ സംഘത്തിലുണ്ടല്ലോ വേറെയും. സ്വയം കൊല ചെയ്ത് വിനോദിച്ചിരുന്ന ഷെട്ടിയും കൂടി സാക്ഷി നിൽക്കെ നീ പൗലോസച്ചനെ വെട്ടിവീഴ്ത്തി. അതെ. ചോദ്യത്തിന് ഉത്തരം പൂർണ്ണമായില്ല ചക്രപാണി. അതിനുവേണ്ടി മാത്രമായിരുന്നോ അയാൾ നിന്നെ പുറത്തു കൊണ്ടുവന്നത്? അല്ല. പിന്നെ? കമോൺ, കണ്ടിന്യൂ. എന്നെ രക്ഷപ്പെടുത്താനായിരുന്നു. ഹൗസ് ബോട്ട് എന്നെയും കൊണ്ട് അഴിമുഖത്തെത്തുന്നതും കാത്ത് ഷെട്ടി സാറിന്റെ പത്തേമാരി അവിടെ ഉണ്ടാവും. അവിടെ ഷെട്ടി ഉണ്ടാവുമോ? ഇല്ല. ബോട്ടുകാരെന്നെ കൊളംബോയിലെത്തിക്കും. അവിടുന്ന് ഒരു കള്ള പാസ്പോർട്ടിൽ സിംഗപ്പൂർക്കും. സിംഗപ്പൂരിൽ എന്ത് ചെയ്യണമെന്ന് സത്യമായി എന്നോട് പറഞ്ഞിട്ടില്ല സാർ. കഴിഞ്ഞ സെപ്റ്റംബർ 18 നിന്റെ നാടകവണ്ടിയെ പിന്തുടർന്ന റോയ് അലക്സിനെ എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു? റോയ് റഹീം ഹാജിയുടെ ആളാണെന്ന് ബഷീർ പറഞ്ഞ് ഷെട്ടി അറിഞ്ഞിരിക്കും അല്ലെ? അതെ. മലയാളം വൃത്തിയായി വായിക്കാൻ പോലും അറിയാത്ത ചക്രപാണി എന്ന പഴയ കട്ടൻവലിക്കാരനെ അക്കാഡമി അവാർഡ് ജേതാവായ നാടക സംവിധായകനാക്കി ഷെട്ടി മാറ്റിയത് വിദേശ നാണ്യം ശേഖരിക്കാനുള്ള മറയായിട്ടായിരിക്കും അല്ലെ? ധാരാളം എക്സ്പോർട്ട് ബിസിനസ് ഉള്ള നരേന്ദ്ര ഷെട്ടിക്ക് വിദേശ നാണ്യത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടായില്ലെന്നറിയാം. എന്നിട്ടും ബാങ്ക് റേറ്റിലും വളരെ ഉയർന്ന തുക കൊടുത്ത് ഡോളറുകൾ വാങ്ങിക്കൂട്ടി പുറത്തേക്ക് കടത്തിയിരുന്നത് ആരാണ്? ഞാനാണ്. എങ്ങനെ? പത്തേമാരി വഴി. എവിടെ? കൊളംബോയിലേക്ക്. അവിടെ ആരെയാണ് പണം ഏൽപ്പിക്കുന്നത്? ഷെട്ടി സാറിന്റെ ഒരു ഏജന്റിന്. ഷെട്ടിയുടെ എക്സ്പോർട്ട് ബിസിനസ് ഒക്കെ ആഫ്രിക്കയിലാണല്ലോ. എനിക്കറിയില്ല സാർ.
ഇതെന്താണെന്ന് അറിയോ? അറിയോ? അറിയില്ല. അറിയില്ല.